നരകവാസികളായ സ്വന്തം പരിചയക്കാരിലെ തിന്മകൾ ചെയ്തിരുന്നവരെ കുറിച്ച് സ്വർഗവാസികൾ അവരോട് ചോദിക്കും, എന്തേ നിങ്ങൾക്ക് നരകം നൽകപ്പെടാൻ കാരണം? ഖാലൂ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും നരകവാസികൾ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിസ്കാരം ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല. തോന്നിയപ്പോൾ നിസ്കരിച്ചവരാണ്, നിസ്കാരം നിലനിർത്തിപ്പോന്നവരായിരുന്നില്ല. റമളാനുകൾ നിസ്കാരമുണ്ട്, റമളാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ നിസ്കാരം ഖളാ, ജോലിയുടെ പേര് പറഞ്ഞ് നിസ്കാരം ഖളാ, ജോലി തിരക്ക് കാരണം നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. രണ്ടാമത്തെ കാരണം, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാർ വരുമ്പോൾ ഇതിന് ഞാനൊന്നും തരില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. അവർക്ക് അല്ല വേണമെങ്കിൽ അല്ല കൊടുക്കൂലായിരുന്നോ, നമ്മൾ എന്തിനാ ബക്കറ്റുമായി ഇറങ്ങുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചവർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു ഞങ്ങൾ. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, അല്ലാഹുവിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും സർക്കാസ്റ്റിക്കലി പരിഹാസ്യമായി ദീനിനെ ചിത്രീകരിച്ചുകൊണ്ടും നടക്കുന്ന ആളുകൾക്ക് ലൈക്കും ഷെയറും കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾക്ക്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, വിചാരണയുടെ ഒരു നാള് വരാനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നപ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നപ്പോൾ കുന്നാ നുകദ്ദിബ് വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, അങ്ങനെ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല എന്ന് ആ കാര്യങ്ങൾ അറിയുമ്പോൾ കളിയാക്കി പറഞ്ഞവരായിരുന്നു ഞങ്ങൾ. ഹത്താ അതാനൽ യഖീൻ, മരണം വരുന്നത് വരെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലായിരുന്നു ഞങ്ങൾ ഇടം പിടിച്ചത്. മരണം വരുന്നത് വരെ മതനിരാസത്തിന്റെ പക്ഷത്തായിരുന്നു ഞങ്ങൾ നിലനിന്നത്. എന്നാൽ ആ യഖീനായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മറനീക്കി പരലോകത്തിന്റെ അവസ്ഥകളെ അല്ലാഹു കണ്ണിൽ കാണിച്ചു തരുന്ന മരണം ആസന്നമായപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി, ഞങ്ങൾ കേട്ടിരുന്നത് സത്യമായിരുന്നു എന്ന്. പക്ഷേ ഒരു തിരിഞ്ഞു നടത്തം, പക്ഷേ ഒരു പശ്ചാത്താപം, പക്ഷേ ഒരു പിറകോട്ടുള്ള ഒരു യാത്ര സാധ്യമാകാത്ത വിധം ഞങ്ങളുടെ മുമ്പിൽ ഇരുളടയുകയായിരുന്നു. ഞങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ സാധിച്ചില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, അതുകൊണ്ട് തന്നെ ഒരിക്കലും അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ഒരാളും മതനിരാസത്തിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുകയില്ല. ശ്രദ്ധിക്കണേ, പടച്ചവനില്ല എന്ന് പറയുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും ഒരു വിശ്വാസിയും ശഫാഅത്ത് ചെയ്യാൻ അവർക്ക് അർഹതയില്ല, അവർ ചെയ്യുന്നവരല്ല. ഫമാ ലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ, മരണത്തിന്റെ മുമ്പ് തിരിഞ്ഞു നടക്കാൻ ഇനിയും അവസരമുണ്ട്. എന്താണ് സാരോപദേശം നൽകപ്പെടുമ്പോൾ അവർ മുഖം തിരിഞ്ഞു നടക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസിർ, കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅതാ സുഹഫൻ മുനശ്ശറ കല്ലാ ബൽ ലാ യഖാഫൂനൽ ആഖിറ كلا إنها تذكرة فمن شاء ذكره
وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة. അതുകൊണ്ട് സത്യവിശ്വാസികളെ നരകത്തിൽ കാരണമായ കാരണങ്ങളെ പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കാരണം പറയുന്നത് അവർ നിസ്കരിച്ചിരുന്നില്ല എന്നതിൻ്റെ കൂടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരാരും മുന്നോട്ട് വന്നവരായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ അതിൻ്റെ ബലവും ശക്തിയും എത്ര വലുതാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കണം. بسم الله الرحمن الرحيم كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. അല്ലാഹു മനുഷ്യരോട് ഉപദേശിക്കുകയാണ്, സാരോപദേശം നൽകുകയാണ്, ഉണർത്തുകയാണ്. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. മക്കൾക്ക് 15 വയസ്സ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉപ്പമാർ മരണപ്പെട്ടു പോകുന്നത്, മക്കൾ യതീമുകളാകുന്നത് കാരണങ്ങൾ പലതായിരിക്കാം. രോഗബാധിതനായി മരിക്കുന്ന ഉപ്പ, ആക്സിഡന്റിൽ മരിക്കുന്ന പിതാവ്, യുദ്ധങ്ങളിൽ മരണപ്പെടുന്ന പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾക്ക് തണൽ നഷ്ടമാകുമ്പോൾ അവർ യതീമുകളായി മാറുന്നു. അത് അല്ലാഹുവിൻ്റെ ഒരു തീരുമാനം. എന്നാൽ ആ ഒരു ഖളാഇൽ തന്നെയും സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരം ആ ഒരു ഇബ്തിലായിൽ അല്ലാഹു ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. യതീമുകളാകുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വിധവയായിരിക്കും. വിധവയായ ഉമ്മമാരാണ് അവർ, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ. നിങ്ങളവരെ സംരക്ഷിക്കുന്നില്ലല്ലോ എന്നല്ല ചോദ്യം, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ എന്നുമല്ല ചോദിക്കുന്നത്, നിങ്ങളവരെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല. നോക്കണം അല്ലാഹുവിൻ്റെ ചോദ്യം. ഒരു യതീമിനെ, അനാഥനായ ഒരു കുട്ടിയെ, ഒരു ബാലികയെ, വിധവയായൊരു പെണ്ണിനെ, ഒരു നിരാലംബരായ ഒരു വീട്ടുകാരെ നിങ്ങൾ സഹായിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തേ അവരെ ബഹുമാനിക്കുന്നില്ലേ എന്നാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. ഒരു കുട്ടിക്ക് ഒരു വാപ്പ നഷ്ടമായാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം പിന്നെ ഏറ്റെടുക്കേണ്ടത് ആരാണ് എന്ന് ശറഅ് ഒരാളെ കൃത്യമായി പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ വാപ്പ മരിച്ചാൽ വല്ലിപ്പയാണോ, വാപ്പയുടെ ജ്യേഷ്ഠനാണോ, അനുജനാണോ, അമ്മാവനാണോ, അളിയനാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് ഒരു വാപ്പ നഷ്ടമായാൽ ഈ ഉമ്മത്തിലെ ആയിരക്കണക്കിന് വാപ്പമാർ ആ കുട്ടിക്ക് പകരമുണ്ടാവണം. ഒരാൾക്ക് പകരം ഒരാളായാൽ പോരാ. ഒരു വാപ്പയെ അല്ലാഹു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ വാപ്പയുടെ സ്ഥാനം നൽകാൻ കഴിവുള്ള ആളുകൾ ഈ ഉമ്മത്ത് മുഴുവനാണ്. അതൊക്കെ ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഭാഗ്യം. യതീമുകളെ സംരക്ഷിക്കാൻ കഴിയുന്നവർ എത്ര ഭാഗ്യവാന്മാർ. മുക്കം മോയിമോൻ ഹാജിയെ കേട്ടിട്ടില്ലേ? വന്യവയോധികനാണ്. അല്ലാഹു ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. വയനാടുണ്ട് ജമാൽ സാഹിബ്. വയനാട് മുട്ടിൽ യതീംഖാനക്ക് ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒരു വന്യവയോധികനായ ഒരു മഹാനുഭാവൻ. ഞാൻ ആലോചിച്ചു പോകാറുണ്ട്, റബ്ബേ എത്ര ഭാഗ്യവാന്മാരാണവർ, എത്ര സൗഭാഗ്യം ചെയ്ത മനുഷ്യരാണവരൊക്കെ. നമ്മൾ കേൾക്കുന്ന കൊച്ചുനാള് മുതൽ യതീംഖാനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യതീമായ മക്കളെ പോറ്റി വളർത്തി
അതിൽ വിവാഹപ്രായം വെച്ചുമ്പോൾ അവരെ കല്യാണം ചെയ്തു കൊടുത്തയച്ച് ഒരു ദുന്യാവിലെ ഒന്നും ആഗ്രഹിക്കാതെ കയ്യിലുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് യതീംഖാനകൾക്ക് ജീവൻ നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ. അള്ളാഹു ആരൊക്കെയാണോ ഇത്തരം സൽകർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്, അനാഥരായവർ, കണ്ണു കാണാത്തവർ, നിരാലംബരായവർ, വീട്ടിൽ പോലും നോക്കാൻ മക്കളില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ഹിമ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട് നമ്മുടെ തൊട്ടരികത്ത്. എത്രയോ ആളുകളുടെ സംഭാവനകളും എത്രയോ ആളുകളുടെ കണ്ണീരുമൊപ്പാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ വേറെയും പലത്. ഇത്തരം സംവിധാനങ്ങളെ സഹായിക്കുന്നത് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്നറിയുമോ? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമുകളെ ബഹുമാനിക്കുന്നില്ലയോ? വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ, മിസ്കീന്മാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എന്തേ ആരെയും പ്രേരിപ്പിക്കാത്തത്? മിസ്കീന്മാർ, നമ്മൾ അറിയണം, ഫഖീറിനേക്കാളും സ്വല്പം മിച്ചമുള്ള ആളാണ് ഒരു മിസ്കീൻ എന്ന് പറയുന്നത്. ഫഖീർ എന്നാൽ എല്ലാ നിലക്കും വഴിമുട്ടിയ ആളാണ്. മിസ്കീന്മാർ ചെറുതായെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരാണ്. അവർക്കൊന്നും ചെയ്യേണ്ടതില്ല എന്ന്, സഹായം ചെയ്യണ്ടയോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അവർക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് പറഞ്ഞ്, എന്നാൽ അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവിടെ പുക ഉയരാതെ, നല്ലൊരു ഭക്ഷണം കഴിക്കാതെ, പട്ടിണി കൊണ്ട് മാനം മറക്കാൻ ഒരു മനുഷ്യനോട് കൈനീട്ടാതെ ജീവിക്കുന്ന അഭിമാനികളായ മിസ്കീനുമാർ നമ്മുടെ നാടുകളിലുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ മിസ്കീനും ഫഖീറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെടുത്ത് സൂറത്തുൽ കഹ്ഫിലെ അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീൻ, ആ കപ്പല് മിസ്കീന്മാരുടെ കപ്പലായിരുന്നു എന്ന് പറഞ്ഞ ആയത്താണ് ഉദ്ധരിക്കുന്നത്. മിസ്കീന്മാർക്ക് കപ്പലുണ്ടാകാം, അവർക്ക് ബസ്സുണ്ടാവാം, അവർക്ക് നല്ല വീടുണ്ടാകാം, പക്ഷെ അവര് ദാരിദ്ര്യത്തിലാണ്. ജനങ്ങളുടെ മുമ്പിൽ വലിയ മറയുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മക്കൾ ഗൾഫിലാണ്, പക്ഷെ അവർക്ക് ജോലിയുണ്ടോ, അവർക്ക് വരുമാനമുണ്ടോ, അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും നാട്ടുകാർ നോക്കാറില്ലല്ലോ. 4 മക്കൾ ഗൾഫിലല്ലേ, അവർക്ക് എന്ത് സുഖമാണ് എന്ന് നമ്മളങ്ങ് വിധി എഴുതി കഴിയും. ഒരുപക്ഷെ അവർ മിസ്കീന്മാരാണ്, ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീർ അനുഭവിക്കുന്നവരാണ്. ആ വീടുകളിലേക്ക് ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷമിക്കുന്ന വീടുകൾ ഉണ്ടാകാം. എന്നാൽ ഫഖീറുമാർ, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവർ ഫഖീറാണെന്ന്. അവർക്ക് ഭക്ഷണം ഒരുപക്ഷെ ഏറെ കിട്ടുന്നുണ്ടാകാം. അവിടെ മക്കളെ വിവാഹം ചെയ്താൽ അടുത്തൊരു കുട്ടിയെ കെട്ടിക്കാനുള്ളത് മിച്ചം വന്നേക്കാം. ഒരു മിസ്കീൻ അങ്ങനെയല്ല. ഒരു മോളെ കല്യാണം കഴിച്ചാൽ മരണം വരെ കടക്കാരായി മാറുന്നവരായിരിക്കാം. അതുകൊണ്ട് മിസ്കീന്മാരെയും ഫഖീറുമാരെയും ഒരുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മുമ്പിൽ ലാ യസ്അലൂനൻ നാസ ഇൽഹാഫാ, ജനങ്ങളുടെ മുമ്പിൽ വന്ന് കൈനീട്ടി ചോദിക്കുന്ന സ്വഭാവം അവർക്കില്ല. അങ്ങനത്തെ മിസ്കീന്മാരുണ്ട്, അവരെ നിങ്ങൾ സംരക്ഷിക്കണമേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പ്രേരണയെങ്കിലും ചെയ്യണമേ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വതഅകുലൂന തുറാസ അക്ലൻ ലമ്മാ, നിങ്ങൾക്ക് ജോലി പലതാണല്ലേ. മിസ്കീന്മാരെ സഹായിക്കാനോ, യതീമുകളെ സംരക്ഷിക്കുവാനോ, വിധവകൾക്ക് സംരക്ഷണം നൽകാനോ സമയം കണ്ടെത്തേണ്ടതിന് പകരം വാപ്പയൊന്ന് കണ്ണു ചിമ്മിയാൽ, ഉമ്മയൊന്ന് കണ്ണു ചിമ്മിയാൽ അനന്തര സ്വത്തിന് വേണ്ടി അടിപിടികൂടാമെന്ന് ചിന്തിക്കുന്നവരല്ലയോ നിങ്ങൾ? അനന്തര സ്വത്ത് ഓഹരി വെക്കാനല്ലയോ നിങ്ങൾ വെപ്രാളം കൂട്ടുന്നത്? ഒരു മയ്യത്ത് ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ആർക്കാണാവോ വീട്, ആർക്കാണ് ആ റോഡിന്റെ സൈഡിലുള്ളത്, ആർക്കാണോ പീഡിക റൂം, ആർക്കാണ് ആ സ്ഥലം, ആർക്കാണ് ഇത് എന്ന് പറഞ്ഞ് അടിപിടിയായി. നിങ്ങൾ ഇങ്ങനെ വാപ്പമാർ, നിങ്ങളുടെ ഉമ്മമാർ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തിന് വേണ്ടി അടിപിടി കൂടുകയാണല്ലേ. അതിനു വേണ്ടിയാണല്ലേ നിങ്ങൾ സമയം കണ്ടെത്തുന്നത്, അതിനല്ലേ നിങ്ങൾ പിണങ്ങുന്നത്, ചോരബന്ധങ്ങൾ പോലും മുറിച്ചു മാറ്റുന്നത് 4 സെന്റ് ഭൂമിക്ക് വേണ്ടിയല്ലേ? മരിച്ചു പോകുമ്പോൾ 6 അടി മണ്ണിലേക്ക് 3 കഫംപുടയിൽ പൊതിഞ്ഞു കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യന് ഇവിടെ ഉപയോഗിക്കാൻ ആവശ്യത്തിൽ ഏറെ ഉണ്ടായിട്ട് പോലും
സ്വത്തിന്റെ തർക്കം പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന എത്ര ബന്ധങ്ങളുണ്ട്. വാപ്പാക്ക് മക്കളോട്, മക്കൾക്ക് വാപ്പയോട് ബന്ധമില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മുറുമുറുപ്പ്, ആങ്ങളെയും പെങ്ങളും തമ്മിൽ മിണ്ടിട്ട് കാലങ്ങളായി. എന്തേ? 2 സെന്റ് ഭൂമിക്ക് വേണ്ടി, 10 സെന്റിന് വേണ്ടി, അര സെന്റിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, അനന്തര സ്വത്തിന് വേണ്ടി നിങ്ങൾ അടിപിടി കൂടുകയാണല്ലേ. സമ്പത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത ആർത്തിയുണ്ടല്ലേ. ഖുർആനിന്റെ ചോദ്യം നോക്കണം. 21-ാം നൂറ്റാണ്ടിലേക്ക് അള്ളാഹു നമ്മുടെ മുഖത്തടിച്ചു പറയുന്ന പോലെ എന്റെ സ്വത്ത്, എന്റേത്, എന്റെ കാശ് എന്ന് പറഞ്ഞ് ഒരാൾക്കും, ഒരു പാവപ്പെട്ടവനും അതിൽ അവകാശം ഇല്ല എന്ന് ചിന്തിക്കുന്ന വിധം സമ്പത്തിനെ നെഞ്ചിനോട് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ. കാശുണ്ട്, സമ്പാദ്യമുണ്ട്, എന്നാൽ ഒരു ദാനം ചെയ്യാൻ അവസരമില്ലാതെ മരിച്ചു പോകുന്ന എത്ര ഹതഭാഗ്യന്മാർ നമുക്കിടയിലുണ്ട്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ സമ്പത്തിനെ വല്ലാതെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചല്ലേ. ഈ നന്മകൾ, പാവങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം സമ്പത്ത് ചെലവഴിച്ചെങ്കിലല്ലേ ഉണ്ടാവൂ. നിഅമൽ മാലു സ്വാലിഹ് ഇൻദർ റജുലിസ് സ്വാലിഹ്. നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ എത്ര നല്ലതാണ് ഹലാലായ സമ്പത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആളുകളുടെ സമ്പാദ്യങ്ങളിൽ പാവപ്പെട്ടവൻ അവകാശമുണ്ട് എന്നവർ ചിന്തിക്കുന്നവരാണ്. എത്ര ചെറിയ വരുമാനക്കാരാണെങ്കിലും, എത്ര ചെറിയ ശമ്പളക്കാരാണെങ്കിലും, കൂലിപ്പണി ചെയ്യുന്ന ആളാണ്, അയാൾ പോലും വിചാരിക്കരുത് സ്വതക്ക, അതൊക്കെ വലിയ രാജ്യന്മാർക്ക് പറഞ്ഞതല്ലേ, അത് ഗൾഫുകാർക്ക് പറഞ്ഞതല്ലേ, അതൊക്കെ തോട്ടവും തൊടിയൊക്കെ ഉള്ളവർക്ക് പറഞ്ഞതല്ലേ, എനിക്കൊന്നും പറഞ്ഞതല്ലല്ലോ എന്ന് ഒരു കൂലിപ്പണി ചെയ്യുന്ന ആള് പോലും ചിന്തിക്കരുതെന്നാണ്. അവർക്ക് എത്രയാണോ കഴിയുന്നത്, 5 രൂപയാണെങ്കിൽ അത് മതി, ചെയ്തേ പറ്റൂ. ഓരോരുത്തരും ചെയ്യേണ്ട ദൗത്യമാണ് ഖുർആനി പറയുന്നത്.